ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 336. നമ്മൾ 63ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്ദ്യോഗ ഉപനിഷത്താണ് നോക്കുന്നത്. ഇതിൽ അധ്യായം 1 ഖണ്ഡം 8ഉം 9ഉമാണ്. ഇതിൽ ആദ്യത്തെ മന്ത്രത്തിൽ ശലവാന്റെ പുത്രൻ എന്ന ശിലകൻ ചികിതായന്റെ പുത്രനായ ദാൽഭ്യൻ, ജീവനന്റെ പുത്രനായ പ്രവാഹണൻ, ഇവരെ 3 പേരും ഉദ്ഗീതത്തിൽ കുശലന്മാരായിരുന്നു. വളരെ ഉദ്ഗീതം എന്താണെന്നുള്ള കാര്യത്തിൽ വളരെ പണ്ഡിതരായിരുന്ന 3 പേരാണ്. ശിലകനും ദാൽഭ്യനും പ്രവാഹണനും. പേരിൽ ചെറിയ ഇതെല്ലാം വന്നേക്കാം. അപ്പോൾ അവർ ഉദ്ഗീതത്തിൽ കുശലന്മാരായിരുന്നു എന്ന് വെച്ചാൽ, ഉദ്ഗീതം എന്താണ്? ഏറ്റവും ഉയർന്നു ഉദ്ഘോഷിക്കുന്ന സംഗതി എന്താണോ അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ തന്നെയാണ്, ആ ബ്രഹ്മരഹസ്യം മനസ്സിലാക്കിയവർ അതിനോട് അടുത്തവരാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബ്രഹ്മത്തെ പൂർണ്ണമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വേദ ഋഷികൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇവർ കുറേയെല്ലാം മനസ്സിലാക്കി പണ്ഡിതന്മാരാണ്. അവർ പരസ്പരം കൂടിയപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചു. ഇതിനെപ്പറ്റി ഒന്ന് കുറച്ച് വിശകലനം ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ അടുത്ത മന്ത്രത്തിൽ അവരെന്ത് ചെയ്തു? അങ്ങനെ നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞു പരസ്പരം. അങ്ങനെയാകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും ഒരു സ്ഥലത്ത് അങ്ങനെ ഇരുന്നു. അപ്പം ഇതിൽ 3ാമത്തവനായ പ്രവാഹണൻ പറഞ്ഞു, ഭവാന്മാർ ആദ്യം വാദിക്കുക, നിങ്ങൾ 2 പേരും ആദ്യം ഒന്ന് പരസ്പരം വാദിക്കുക, ഞാൻ കേട്ടുകൊണ്ടിരിക്കാം. അപ്പം അദ്ദേഹത്തിന് ആദ്യം ഇതിനെപ്പറ്റി, ഉദ്ഗീതത്തെപ്പറ്റി പരസ്പരം, കാരണം എന്തുകൊണ്ടാണ് തർക്കിച്ചതെന്ന് വെച്ചാൽ, ഈ ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഉദ്ഘോഷിക്കേണ്ടത് ഏതാണ് സംഗതി? ആ ബ്രഹ്മമാണ്. ബ്രഹ്മത്തെപ്പറ്റി ആർക്കും അത്രയും 100% പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ 2 പേരും സംസാരിക്കുക, ഞാൻ കേട്ടുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ചോദിച്ചോളാം. അപ്പോൾ ആദ്യത്തെ ശിലകൻ ദാൽഭ്യനോട് പറഞ്ഞു, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ ശിലകൻ ദാൽഭ്യനോട് പറയുകയാണ്, അങ്ങക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കാം. അപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ തരും. പരസ്പരം ഡിസ്കസ് ചെയ്താലല്ലേ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകട്ടെ എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം, ശിലകൻ ദാൽഭ്യനോട് ചോദിച്ചു, എന്തെല്ലാം ചോദിച്ചതെന്ന് വെച്ചാൽ, സാമത്തിൻ്റെ ആശ്രയം ഏതാണ്? സാമം ഏതിനാണ് ആശ്രയം ചെയ്യുന്നത്? അത് സ്വരത്തിലാണ്. സാമവേദം സ്വരത്തിലാണ്. പക്ഷേ സാമത്തിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? ആ സയൻസാണ്. സയൻസ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയാണ്. നമ്മൾ ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്നത് കെമിസ്ട്രിയിലൂടെയാണ്. എന്താണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്? കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നെല്ലാം കേട്ടിട്ടില്ലേ? ബയോളജിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ പലതരത്തിൽ ബയോളജിക്കൽ കെമിസ്ട്രി എന്നെല്ലാം പറഞ്ഞിട്ട് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് പലതും ഉണ്ട്. കെമിസ്ട്രിയിലൂടെ തന്നെയാണ് മെഡിസിനെല്ലാം കെമിസ്ട്രി അല്ലേ? ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കെമിസ്ട്രി അല്ലേ? അപ്പം കെമിസ്ട്രിയാണ് സാമവേദത്തിൻ്റെ അടിസ്ഥാനം. ആറ്റങ്ങളിലൂടെ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം എവിടെ എത്തുക? കെമിസ്ട്രി തന്നെ ഒരുമാതിരി പാട്ട് പഠിക്കുന്ന മാതിരിയുള്ള പരിപാടിയാണ്. 2H2+O2 എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. 2H2 എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറേ ഇക്വേഷൻസ് ഇങ്ങനെ ബൈഹാർട്ടാക്കിക്കൊണ്ട് അതിലൊരു സാമവേദം ഒരു ചൊല്ലുന്ന മാതിരിയാണ്. കെമിസ്ട്രിയോ ഏകദേശം അങ്ങനെ തന്നെയാണ് പോവുക. അവസാനത്തെത്തുമ്പോൾ അത് ദ്രവ്യം എന്തായി മാറും? ഊർജമായിട്ട് മാറും. ഊർജമായിട്ട് മാറുമ്പോൾ
അത് സ്വരത്തിലേക്കാണ് പോവുക. ഊർജം എന്ന് പറഞ്ഞാൽ എനർജി, സ്വരം ശബ്ദം എന്ന് പറയുന്നതും തരംഗങ്ങളാണ്. അപ്പം സാമവേദം എന്ന് പറയുന്നത് സ്വരത്തിലൂടെയാണ് അത് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം ഇവനെന്ത് പറഞ്ഞു? അപ്പം ശിലകൻ ചോദിച്ചപ്പോൾ സാമത്തിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് സ്വരമാണെന്ന് ചോദിച്ചു. അപ്പം സ്വരത്തിൻ്റെ ഗതി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരം ഏതിൽ നിന്നാണ് വരുന്നത്? ആ സ്വരത്തിൽ നിന്നാണ് സാമം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ രഹസ്യ അടിസ്ഥാന തത്വങ്ങളാണ്, അത് സ്വരത്തിലൂടെ ആണ് പുറത്തേക്ക് വരുന്നത്. സ്വരത്തിലേക്ക് വേദമന്ത്രങ്ങളും സ്വരമാണ്, കെമിസ്ട്രിയിലൂടെയാണ് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ സാമവേദത്തിലൂടെയാണ്, ശബ്ദരൂപത്തിലാണ് സയൻസ് പുറത്തേക്ക് വരുന്നത്. സയൻസ് എന്നത് ശബ്ദരൂപത്തിലേക്കാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് പ്രാണന്റെ ഉത്ഭവത്തിന് കാരണം. അതിൻ്റെ ഗതി, അതിൽ നിന്നാണ് പ്രാണൻ ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പം സയൻസിൽ നിന്നാണ്, ഒരു ശാസ്ത്ര തത്വത്തിൽ നിന്നാണ് പ്രാണൻ ഉത്ഭവിച്ചിരിക്കുന്നത്. പ്രാണന്റെ ഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാണൻ ഉണ്ടാകണ്ടെങ്കിൽ, അപ്പം അവൻ മറുപടി പറയുകയാണ് അന്നമാണ്. അപ്പം ചോദിച്ചതിന് ഉത്തരം പറയുകയാണ്. ശിലകൻ ചോദിച്ചപ്പോൾ ദാൽഭ്യൻ പറയുകയാണ് പ്രാണന്റെ ഗതി അന്നമാണ്. പ്രാണൻ, അന്നം ഉണ്ടെങ്കിലല്ലേ ബോഡി ഉണ്ടാവുള്ളൂ, ശരീരം ഉണ്ടാവുകയുള്ളൂ. ശരീരം ഉണ്ടെങ്കിലല്ലേ പ്രാണന് നിലനിൽപ്പാനുള്ളൂ. ജീവൻ പ്രാണൻ നിലനിൽക്കണ്ടെങ്കിൽ, പ്രപഞ്ചത്തിൻ്റെ പ്രാണൻ നിലനിൽക്കണ്ടെങ്കിൽ ശരീരം വേണം. അത് തന്നെയാണ് പുരുഷനും പ്രകൃതിയും. പുരുഷനെ പ്രാണനായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രകൃതി പ്രാണനും, അല്ല പുരുഷനും പ്രകൃതിയും. പ്രാണൻ പുരുഷനാണ്, പ്രകൃതിയാണ് അന്നം. അന്നത്താൽ നിർമ്മിച്ചതാണ് പ്രകൃതി. അപ്പം അന്നമാണെന്ന് പറഞ്ഞാൽ, അപ്പം അന്നത്തിൻ്റെ ഗതി എന്താണ്? അന്നം എന്ന് പറഞ്ഞാൽ ആപ്പുകൾ, രസങ്ങളിലെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസങ്ങളാണ്. ഈ രസങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സാമം തന്നെയാണ്. അന്നം ഉണ്ടാകുന്നതും ആപ്പുകളിൽ നിന്നാണ്. ആ അന്നം എന്ന് പറഞ്ഞാൽ രസങ്ങളാണ്, സത്തകളാണ്. ഈ യഥാർത്ഥ സത്ത എന്ന് പറയുന്നത് സാമം തന്നെയാണ്. എല്ലാം സാമവേദമാണ്. അപ്പോൾ ആപ്പുകളുടെ ഗതി ഇനി അടുത്തതിൽ മന്ത്രത്തിൽ പറയുകയാണ്, ആപ്പുകളുടെ ഗതി ഏതിലേക്കാണ്? അങ്ങേ ലോകത്തേക്ക്. ഈ ആപ്പുകൾ എന്ന് പറയുന്നത് ആ രസം, പ്രപഞ്ച രഹസ്യം എവിടെ നിന്നാണ് വന്നത്? അങ്ങേ ലോകത്തിൽ നിന്നാണ്. ഈ പ്രപഞ്ചം ഉണ്ടായപ്പോൾ വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത് പ്രപഞ്ചത്തിൽ ആദ്യം ഒരു സത്ത പരുന്തിൻ്റെ രൂപത്തിൽ വന്നു എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വസ്തു പ്രപഞ്ചമുണ്ടാകുമ്പോൾ ഏതോ ഒന്ന് അങ്ങേ ലോകത്തുനിന്ന്, ഏതോ ലോകത്ത്, നമ്മളെ ലോകം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയും അതിൻ്റെ ചുറ്റുവട്ടത്ത്, ഈ പ്രപഞ്ചമുണ്ടാകുമ്പോഴുള്ള അതിൻ്റെ തുടക്കത്തിലെ വസ്തു, ആദ്യത്തെ വസ്തു എവിടെ നിന്നാണ് ഉണ്ടായത്? ഏതോ ലോകത്ത്. അപ്പോൾ അങ്ങേ ലോകത്തുനിന്ന്, അങ്ങേ ലോകത്തുനിന്നാണ് ഈ ജലം അല്ലെ സത്ത ഉത്ഭവിച്ച ആദ്യത്തെ കണങ്ങൾ പുറപ്പെട്ട് വന്നത്. അത് ഹൈഡ്രജൻ ആകാം, ഇലക്ട്രോൺ ആകാം, പ്രോട്ടോൺ ആകാം, ജലകണമാകാം. അതിലൂടെയാണ് പിന്നെ സൃഷ്ടി ഇങ്ങനെ വികസിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ ഗതി അങ്ങേ ലോകത്തിലേക്കാണ്. അങ്ങേ ലോകത്തിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ അതാണ് സ്വർഗലോകം. അതിനാണ് നമ്മൾ സ്വർഗലോകം എന്ന് പറയുന്നത്. അത് തന്നെയാണ് സാമം. സാമത്തിൽ നിന്ന് പറഞ്ഞാൽ ബ്രഹ്മം സാമത്തിൽ നിന്നുത്ഭവിച്ച് ഈ പ്രപഞ്ചമായിട്ട് മാറി, ഈ ലോകം മുഴുവനായിട്ട് മാറുക. അതിനാൽ സ്വർഗം എന്ന നിലയിൽ സാമത്തെ സ്തുതിക്കണം. ഇതെല്ലാം ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്, സോമത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗം എന്ന നിലയിൽ നമ്മൾ സോമത്തെ സ്തുതിക്കണം, അല്ലെങ്കിൽ സാമവേദത്തെ സ്തുതിക്കണം. സാമവേദത്തിൽ നിന്നാണ്, കെമിസ്ട്രിയിൽ നിന്നാണ്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റങ്ങൾ, തന്മാത്രകൾ, അതെല്ലാം ഉണ്ടായിരിക്കുന്ന ഊർജത്തിൽ നിന്ന്. ഊർജം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്ന്, ഓംകാരത്തിലൂടെ. ഇതെല്ലാം കൂടിയ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാമവേദം. അത് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട്
അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാമത്തെ ഈ പ്രപഞ്ചമായിട്ട് നമ്മൾ സ്തുതിക്കണം. ഈ ഉത്തരങ്ങൾ നൽകിയ ദാർഢ്യനോട് ശീലകൻ പറഞ്ഞു. അപ്പൊ ഇയാൾ ഈ ഉത്തരമെല്ലാം പറഞ്ഞല്ലോ. അപ്പൊ സാമം എന്ന് പറയുന്നത് സ്വരത്തിൽ നിന്നാണ് വന്നത്. ഈ സ്വരമാണ് ഈ കാണുന്ന പ്രപഞ്ചമെല്ലാമായിട്ട് മാറിയെങ്കിൽ അപ്പോൾ ശിലകൻ പറയുകയാണ് ഇങ്ങേരോട്, ഇതെല്ലാം ഇങ്ങേര് പറഞ്ഞപ്പോൾ അപ്പൊ സാമമാണ് ഈ പ്രപഞ്ചം. അപ്പൊ ഉദ്ഗീതം എന്ന് പറയുന്നത് സാമമാണ് എന്ന നിലയിലേക്കാണ് ഇവൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഉദ്ഗീതത്തെ പറ്റി പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ സോമത്തിലൂടെ അല്ലെ സാമവേദത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് സാമമാണ്. സാമത്തെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ഗീതമായി എടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ നിന്റെ അഭിപ്രായത്തിൽ സാമം അപ്രതിഷ്ഠിതമാണ്. സാമമാണ് അപ്രതിഷ്ഠിത, എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഏകമായ അസംഗതി. എന്നിട്ട് പറയാണ്, ആരെങ്കിലും ഒരുവൻ ഇപ്പോൾ നിന്റെ മൂർധാവ് പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടൻ അത് അല്ലെ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് നശിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ദാർഢ്യനോട് ചോദിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ നിന്റെ മൂർധാവ് നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ അർത്ഥം മൂർധാവ് നശിക്കുമോ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം പറയുക എന്നത് സ്വരമാണല്ലോ, സാമം സ്വരമാണല്ലോ. അപ്പൊ സ്വരത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് പറഞ്ഞാൽ നിന്റെ തലയുണ്ടായിരിക്കുന്നത് സാമത്തിൽ നിന്നാണ്. അപ്പോൾ ഒരാൾ പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറഞ്ഞാൽ വാക്ക്, ആ സ്വരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന്. കാരണം സാമമാണ് എല്ലെങ്കിൽ ആ ശബ്ദം കൊണ്ട് എന്ത് ചെയ്യുക? തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറയുമ്പോൾ നിന്റെ തല പൊട്ടിത്തെറിക്കും. കാരണം സാമത്തിന്, ശബ്ദത്തിന് അത്രയും കഴിവുണ്ടെങ്കിൽ, സാമം സ്വരത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെങ്കിൽ സ്വരം കൊണ്ട് എന്ത് ചെയ്യാം? പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറയുമ്പോൾ നിന്റെ തല ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്നത് സാമത്തിൽ നിന്നാണ്, സ്വരത്തിൽ നിന്നാണ്. എന്നാൽ ആ സ്വരം വിചാരിച്ചു കഴിഞ്ഞാൽ നിന്റെ തലയടക്കം പൊട്ടിത്തെറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതിനുള്ള ഉത്തരം, അതിൻ്റെ ഉത്തരം എനിക്കറിയില്ല. അപ്പം സാമമല്ല അല്ലേ സോമമല്ല, സാമവേദമല്ല അല്ലേ സോമമല്ല. ഇതിനുള്ള ഉത്തരം ഞാൻ അങ്ങയിൽ നിന്നും ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദാൽഭ്യൻ എന്ത് പറഞ്ഞു? അതിൻ്റെ ഉത്തരം എനിക്കറിയില്ല. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ചോദ്യം ചോദിക്കുന്നതിന് അതിൻ്റെ ഉത്തരവ് അറിയണമല്ലോ, അതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇവർ പഠിക്കാൻ വേണ്ടി ഇരുന്നയാണല്ലോ, എന്നാൽ പിന്നെ എനിക്കൊന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ എനിക്കറിയുന്ന ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക. അദ്ദേഹം ചോദിച്ചു, അങ്ങേ ലോകത്തിൻ്റെ ഗതി, അങ്ങേ ലോകത്തു നിന്നാണല്ലോ തുടങ്ങിയത്, അങ്ങേ ലോകത്തിൻ്റെ ഗതി എന്താണ്? ഈ ലോകം. അങ്ങേ ലോകത്തിൻ്റെ ഗതി ഈ ലോകം. അങ്ങേ ലോകത്തു നിന്നാണല്ലോ ഈ ലോകം ഉള്ളത്. അങ്ങേ ലോകം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ. പ്രപഞ്ചം മുഴുവൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ലോകം, ഈ ലോകം. അങ്ങേ ലോകം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ. ഇങ്ങേ ലോകം എന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഇത്. അപ്പം അങ്ങേ ലോകത്തിൻ്റെ ഗതി ഏതാണെന്ന് ചോദിച്ചാൽ ഈ ലോകം തന്നെയാണ്. ഈ ലോകം കടത്തിക്കൊണ്ടു പോകില്ല. പക്ഷെ ഈ ലോകം എന്താകുന്നില്ല, പോകുന്നില്ല, ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങേ ലോകം എന്തുണ്ട്? ഉണ്ട്. അപ്പം രണ്ടും എന്താണ്? സ്ഥിരമാണ്. ഇത് കടത്തിക്കൊണ്ടു പോകില്ലെങ്കിൽ, ഈ ലോകം ഇല്ലാതാവില്ലെങ്കിൽ ആ ലോകവും സ്റ്റഡിയാണ്, അത് പ്രതിഷ്ഠിതമാണ്. അതുകൊണ്ട് സാമവും പ്രതിഷ്ഠിതമാണ്. അപ്പം സാമത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് അവൻ പറഞ്ഞു. സാമത്തിൽ നിന്നാണല്ലോ ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അങ്ങേ ലോകത്തിൻ്റെ
ഗതി ഇതാണെങ്കിൽ ഈ ലോകം നമ്മൾ ഈ കാണുന്ന ലോകം സ്റ്റഡിയാണ്. അപ്പം അങ്ങേ ലോകവും സ്റ്റഡിയാണ്. അപ്പം ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന സാമവേദം എന്താണ്? സ്റ്റഡിയാണ്. അതാണ് അതിൻ്റെ ഉത്തരം. സാമവേദമാണ് സ്റ്റഡി. അതായത് ആ സയൻസാണ് സ്റ്റഡി. സോമമല്ല. സോമത്തെക്കാട്ടിയും സോമം കൊണ്ടാണ് ഈ പ്രപഞ്ചമുണ്ടായതെങ്കിലും സോമത്തിൻ്റെ പിന്നിലുള്ള ആ സയൻസ് സാമവേദം, വേദമാണ് സ്റ്റഡിയായിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്നാമത്തവൻ ഇത് കേട്ടുകൊണ്ടിരുന്ന മൂന്നാമത്തവൻ ചോദിച്ചു ശാൽക്യനോട്, അല്ല ശിലകനോട്, നിന്റെ അഭിപ്രായത്തിൽ സാമം എന്തുള്ളതാണ്? അതിന് അവസാനമുള്ളതാണ്. സാമം ആണ് അവസാന വാക്ക്. സാമത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. ഈ ലോകം ഉണ്ടെങ്കിൽ ആ ലോകമുണ്ട്. അപ്പൊ ഈ ലോകവും ആ ലോകവും സാമവേദവും എന്താണ്? അവസാനമുള്ളതാണ്. ഇതിനെല്ലാം അവസാനമുണ്ട്. അപ്പോൾ നിന്റെ മൂർധാവിനെ ആരെങ്കിലും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ നിന്റെ മൂർധാവ് നശിച്ചു പോകുമോ? കാരണം അവിടെയും ഈ ചോദ്യം പ്രശസ്തമാണ്. സാമവേദം സ്വരമാണ്. സ്വരത്തിൽ നിന്നാണ് ആ ലോകമുണ്ടായതും ഈ ലോകമുണ്ടായതും. ഈ ലോകം സ്റ്റഡി ആയതുകൊണ്ട് ആ ലോകവും സ്റ്റഡിയാണ്. അതുകൊണ്ട് സാമവേദവും സ്റ്റഡിയാണ്, ഈ ലോകവും സ്റ്റഡിയാണ്, ശാസ്ത്രവും സ്റ്റഡിയാണ്. അപ്പം ശാസ്ത്രത്തിൽ നിന്നാണ്, ശാസ്ത്രം സ്റ്റഡിയാണ്. അതിൻ്റെ ഫലമായി അതിൽ നിന്നുണ്ടായ പ്രപഞ്ചവും സ്റ്റഡിയാണ്, ബാഹ്യലോകവും സ്റ്റഡിയാണ്. അതിൽ നിന്നുണ്ടായ നമ്മുടെ ലോകവും സ്റ്റഡിയാണ്. അതുകൊണ്ട് സാമവേദം സ്റ്റഡിയാണ്. സാമവേദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സാമം സ്വരമാണല്ലോ. അപ്പോൾ സാമം വിചാരിച്ചു കഴിഞ്ഞാൽ, സയൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ ഇല്ലാതാക്കാം. സാമവേദം എന്ന് പറഞ്ഞാൽ സയൻസാണ്, പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സയൻസാണ്. ആ സയൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ അതല്ല സ്വരം, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും സാമത്തിൽ തന്നെ, അല്ലെ സാമവേദത്തിലെ അല്ലെ സോമത്തിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരാൾ സോമത്തിലൂടെ പോവുകയാണ്. സോമം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഉണ്ടായ ആ വസ്തു, അത് ഊർജം അതിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ പിന്നിലുള്ളത് സയൻസാണ്. ആ സയൻസിനെയും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. സയൻസിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ യുക്തിവാദികളെല്ലാം പറയുന്ന അതേ ശൈലി തന്നെ. സയൻസിലൂടെയാണ് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല എന്നതാണ് ഈ രണ്ടുപേരുടെയും ഉദ്ഗീതം എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായത് സോമമാണ്, ആദ്യമുണ്ടായ പ്രപഞ്ചമുണ്ടായ വസ്തുവാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സയൻസാണ് എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞു കൊണ്ടുവരുന്നത്. അതായത് സോമത്തിൽ നിന്നാണ്. പക്ഷെ അതെല്ലാം സ്വരത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. സയൻസിൽ നിന്നാണ് സ്വരം. സയൻസ് എന്നത് പറയുന്നത് സ്വരത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വരമാണ് ഏറ്റവും പ്രധാനമുണ്ടെങ്കിൽ ഇവനോടും ചോദിക്കുകയാണ്. അപ്പം നിന്റെ തലയിൽ അടിച്ചാൽ സ്വരത്തോടു കൂടി ഒരാൾ പറയുകയാണ്, ശബ്ദത്തോടെ പറയുകയാണ് നിന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം പൊട്ടിത്തെറിക്കുമോ? തരംഗ ഊർജത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. തരംഗ ഊർജമാണ് സ്വരം. സ്വരം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ സ്വരമാണെങ്കിൽ, സാമവേദമാണെങ്കിൽ, സോമമാണെങ്കിൽ ആ സ്വരത്താൽ നമ്മൾ ശബ്ദിച്ച് പറഞ്ഞാൽ തന്നെ എന്ത് പറ്റും? ഈ പ്രപഞ്ചത്തെ നമ്മൾ വാക്കുകൾ കൊണ്ട് നശിക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങ് നശിച്ചുകൊള്ളു. അല്ല, കാരണം ഈ സ്വരത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. നമ്മൾ സയൻസ് പഠിച്ചവർക്കറിയാം,
ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. ഊർജം എന്ന് പറഞ്ഞാൽ തരംഗരൂപത്തിൽ, ആ തരംഗരൂപത്തിൽപ്പെട്ടത് തന്നെയാണ് സ്വരം. ആ സ്വരത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായതെങ്കിൽ നമ്മളെ ശബ്ദം പറയുന്നത് ഇത് പൊട്ടട്ടെ എന്ന് സ്വരത്തിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തലമണ്ട പൊട്ടിത്തെറിക്കും, ഈ പ്രപഞ്ചം പൊട്ടിത്തെറിക്കും. അപ്പൊ അതിനെയാണ് ഉദ്ഗീതമായിട്ട് നമ്മൾ ഉപാസിക്കേണ്ടത്. ആധുനിക യുക്തിവാദികൾ പറയുന്ന സയൻസിനെയാണോ അല്ലെ സാമവേദത്തെയാണോ നമ്മൾ ഉദ്ഗീതമായിട്ട് കാണേണ്ടത്? അത് അതിൻ്റെ പുറമെ പിന്നിൽ ആരും ഇല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ഉത്തരവ് എനിക്കറിയില്ല, നിന്നിൽ നിന്ന് കേൾക്കാമെന്ന്. ആരോട്? പ്രവാഹണനോട് പറഞ്ഞു. അങ്ങയിൽ നിന്ന് തന്നെ ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ നമുക്ക് അത് കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഖണ്ഡം 9 പറയുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഈ ലോകത്തിൻ്റെ ഗതി എന്താണ്? ഈ ലോകം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വന്നത്? ആകാശത്ത് നിന്നാണ്. ആകാശം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പേസ് ആണ്. ആ സ്പേസിൽ കുറേ ഗോളങ്ങൾ. അപ്പം ആദ്യം സ്പേസ് ഉണ്ടായാലേ ഗോളം ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പം ഈ ലോകത്തിൻ്റെ ഗതി എന്താണ്? ആകാശമാണ്, ആ സ്പേസ് ആണ്. കാരണം എല്ലാം ആകാശത്തിൽ നിന്നും ഉത്ഭവിച്ച് ആകാശത്തിൽ അസ്തമിക്കുന്നു. അപ്പം സ്പേസിൽ നിന്നാണ്, സ്പേസ് ഉണ്ടായിട്ടാണ് എന്തുണ്ടാകുന്നത്? തരംഗം ഉത്ഭവിക്കുന്നത്, സോമം ഉത്ഭവിക്കുന്നത്. സ്പേസ് ഇല്ലാതെ എങ്ങനെയാന്ന് വീട് കെട്ടാൻ പറ്റുക? എന്ത് സാധനം ഉണ്ടാകേണ്ടിക്ക് അത് ഉൾക്കൊള്ളേണ്ട സ്പേസ് വേണ്ടേ? അപ്പം ആകാശത്തിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നതും ആകാശത്തിൽ തന്നെയാണ് എല്ലാം അസ്തമിക്കുന്നത്, സ്പേസിൽ തന്നെയാണ് ഇല്ലാതാകുന്നത്. അതിനാൽ ആകാശമാണ് ഏറ്റവും മഹത്തരം. ഇപ്പം വേദങ്ങൾ പറയുന്നുണ്ട്, ആകാശത്തിൽ നിന്നും ആദ്യം ഒരു പരുന്താണ് സോമം കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. സോമം എന്ന് പറഞ്ഞാൽ ജലം. ആദ്യം ഉണ്ടായ വസ്തു ആകാശം, സ്പേസ് ഉണ്ടായിട്ടാണ് അതിൽ നിന്നാണ് വസ്തു പുറത്തേക്ക് വന്നത്. സ്പേസിലാണ് എനർജി ഉണ്ടായി കണങ്ങളായിട്ട് മാറി വന്നത്. അപ്പം ഏറ്റവും പ്രാധാന്യം ഉദ്ഗീതം എവിടത്തേക്ക് പോകണം? ആകാശത്തിലേക്ക് പോകണം. ഏറ്റവും മഹത്തരമായി നമ്മൾ ഉദ്ഘോഷിക്കേണ്ടത് ആകാശത്തിൽ നിന്നാണ്. അതിനാൽ ആകാശം എല്ലാറ്റിനേക്കാളും മഹത്തരമാണ്. ആകാശമാണ് പ്രതിഷ്ഠിതം. ആ ആകാശത്തിലാണ് നിന്നാണ്, ആ സ്പേസിൽ നിന്നാണ് പ്രപഞ്ചമെല്ലാം ഉത്ഭവിച്ചതും ഒടുവിൽ പോയി അവസാനിക്കുന്നതും ആ ഒരു സ്പേസിലാണ്. ആ സ്പേസിന് അറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സ്പേസിന് അറ്റമില്ല, അതിലൊന്നുമില്ല. ഒന്നുമില്ലാത്ത ഒരു സ്പേസ്, അതാണ് ആകാശം. അതിൻ്റെ ഒരു മൂലക്കാണ് ഈ പ്രപഞ്ചം ഉണ്ടായി മാറിയത്. ആ സ്പേസിൽ എന്താണോ ഉള്ളത് അവിടെയാണ് ബ്രഹ്മം ഇരിക്കുന്നത്, രൂപവും ഭാവവും ഇല്ലാത്ത ആ സ്പേസിൽ. അപ്പോൾ ആകാശമാണ് പ്രതിഷ്ഠിതം, അതാണ് സ്ഥിരമായിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ സോമവും മറ്റേ കുന്തയെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത്. 3 കാലത്തിൻ്റെയും ഉത്ഭവവും അവസാനം വിലയവും ആകാശത്തിൽ നിന്നു തന്നെ. അങ്ങനെയുള്ള ഉദ്ഗീതം അനന്തമാകുന്നു. അപ്പം അതാണ്, അനന്തമായി കിടക്കുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു ആദ്യം. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ, സോമം വരുന്നതിന് മുമ്പിൽ സാമവേദമെല്ലാം ആ ആകാശത്തിൽ ശൂന്യമായ ആ സ്ഥലത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതാണ് ഉദ്ഗീതം. ഏറ്റവും മഹത്തരമായിട്ട് പറയേണ്ടത് അതിനെയാണ്. അതെന്താണ്? അനന്തമാകുന്നു. അതിനങ്ങ് അറ്റവുമില്ല, ആ സ്പേസിന് അറ്റവുമില്ല. എന്തോ ഒരു സ്പേസ്, അതിൽ നിന്നാണ് ഇതത്രയും ഉത്ഭവിച്ചു വന്നിരിക്കുന്നത്. അതിന് അറ്റമില്ലാത്ത സ്പേസ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ആ സ്പേസിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചുക്കും ഉണ്ടായിരുന്നില്ല. എന്തോന്നുണ്ട്, ഏതോ ഒരു ശക്തി വിശേഷമുണ്ട്. അത് തന്നെയാണ് ബ്രഹ്മം. അത് അനന്തമാകുന്നു. ആരിപ്രകാരം അറിഞ്ഞ്
ഉദ്ഗീതത്തെ ഉപാസിക്കുന്നു. ഏറ്റവും ഉദ്ഘോഷിക്കേണ്ടത് ആ സംഗതിയെയാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ? ശൂന്യമായ ഏതോ ഒരു സംഗതി, സ്പേസ്. ആ സ്പേസിലാണ് ഈ ശക്തിവിശേഷം ഇരിക്കുന്നത്, ബ്രഹ്മം. ആ സ്പേസിനെ തന്നെയാണ് ഉദ്ഗീതമായിട്ട് കാണേണ്ടത്. അവൻ ഉത്തരോത്തരം ഉന്നതിയെ പ്രാപിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കുന്നവനാണ് മാനസികമായി ഉയർന്നുയർന്ന അങ്ങേത്തെ ലെവലിലേക്ക് എത്തിച്ചേരുന്നത്. അവൻ ശ്രേഷ്ഠ ലോകങ്ങളെല്ലാം ജയിക്കുന്നു. അവനാണ് ഈ ലോകത്തെ മുഴുവൻ ജയിച്ചവൻ, ഈ ലോകത്തിൻ്റെ പ്രപഞ്ചരഹസ്യം മനസ്സിലാക്കിയവൻ. അതിനാൽ നിങ്ങളുടെ സന്തതികൾ, ഇവർ രണ്ടുപേരോടും പറയുകയാണ്, നിങ്ങളുടെ സന്തതികളിൽ യാതൊരുത്തൻ, നിങ്ങളുടെ സന്തതികളിൽ, അതായത് ഇനിയുള്ള തലമുറകളിൽ, അല്ലേ നമ്മളിൽ ആര് ഈ ഉദ്ഗീതത്തെ അവസാനം വരെ മനസ്സിലാക്കി ഉപാസിക്കുന്നുവോ, ഈ അർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കി അതിനെ, ആ ഉദ്ഗീതത്തെ, ആ ഉത്തമമായ സംഗതിയെ ഉപാസിക്കുന്നുവോ, അവൻ ഈ ലോകത്തിൽ ഉത്തരോത്തരം ജീവിതം ലഭിക്കുന്നു. അവൻ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് അവൻ അങ്ങ് ജീവിക്കും. അതുപോലെ പരലോകത്തിലും പരമശ്രേഷ്ഠമായ ലോകം സൃഷ്ടിക്കും. അവൻ പരലോകം എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം വിട്ടുപോയാലും അവൻ അത്രയും ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേരും ആ വ്യക്തികൾ. അതായത് ഏറ്റവും വലിയ ജ്ഞാനം, ഉദ്ഘോഷിക്കേണ്ട ജ്ഞാനം, ഏതിനെയാണോ ഉപാസിക്കേണ്ടത്, ആ പ്രപഞ്ചം ഏതൊരു ശൂന്യമായ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ആകാശമുണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഉത്ഭവിച്ച് സോമം വന്നു. അപ്പം ആ സോമത്തെയല്ല ഉപാസിക്കേണ്ടത്, സാമവേദത്തെയല്ല ഉപാസിക്കേണ്ടത്, അത് ഉത്ഭവിച്ച ആ നിർഗുണമായ അവസ്ഥ, അതിനെയാണ് ഉപാസിക്കേണ്ടത്. അതാണ് ഉദ്ഗീതമായി കണ്ടുകൊണ്ട് ഉപാസിക്കേണ്ടത്. കുറച്ച് ചിന്തിക്കുന്നവർക്കേ ഉൾക്കൊള്ളാൻ പറ്റും.